പ്രൈസ് ലോർഡ്. താങ്ക് യു സാജു ബ്രദർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വചന പഠനവുമായിട്ട് വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മളോട് ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളത് ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഗ്രഹത്തോടെ, ദൈവമേ എന്നെ യഥാർത്ഥമായ അങ്ങയുടെ ആ സത്യം എന്നെ പഠിപ്പിക്കണമേ, നിന്റെ സത്യത്തിൽ എന്നെ വഴി നടത്തണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ സത്യത്തിൽ, ദൈവത്തിൻ്റെ സിലബസിൽ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മളെ യഥാർത്ഥമായി വഴി നടത്തും. അപ്പോൾ അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ സത്യം എന്താണ് എന്ന് യഥാർത്ഥമായി വെളിപ്പെടാനുള്ള നമ്മുടെ ആഗ്രഹം, ആ ഫസ്റ്റ് കേസ്, നമ്മുടെ ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ് അതായിരിക്കണം. സത്യം എന്താണ് എന്ന്, യഥാർത്ഥമായ സത്യം, ദൈവം പറയുന്ന, ദൈവം വെളിപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന സത്യം എനിക്ക് വേണമെന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ സത്യം എന്നെ സ്വതന്ത്രമാക്കണമേ, ആ സത്യം എനിക്ക് വെളിപ്പെടുത്തണമേ, ആ സത്യത്തിൽ എന്നെ നടത്തണമേ, ആ സത്യത്തിൽ എന്നെ നടത്തി പാലിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ സത്യം പതുക്കെ പതുക്കെ നമുക്ക് തുറന്നു തരും. ദൈവത്തിൽ നിന്നുള്ള സത്യം, ഹല്ലേലൂയ. ആ ദൈവത്തിൽ നിന്നുള്ള സത്യമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്, ഹല്ലേലൂയ. പലപ്പോഴും സാത്താൻ നമ്മുടെ ചിന്താഗതികളെ സ്വാധീനിച്ച് സാത്താന് പലപ്പോഴും നമ്മളെ സത്യത്തിൽ നിന്ന് മറച്ചു കളയുന്ന, പലപ്പോഴും നമ്മൾ ആ ഒരു ആദ്യത്തെ പാർട്ടിൽ നമുക്കത് വ്യക്തമായി ദൈവം നമുക്കത് മനസ്സിലാക്കി തന്നതാണ്. കാരണം നമ്മൾ ശരിയെന്ന് ധരിക്കുന്നത് യഥാർത്ഥമായി ശരിയാകണമെങ്കിൽ നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ എന്ത് കാര്യം ആണെങ്കിലും അത് ചെയ്യുവാൻ, അത് ഡീല് ചെയ്യുവാൻ. അല്ലെങ്കിൽ കാരണം നമ്മുടെ ആത്മാവ് എന്ത് നമ്മളെ വിശ്വസിപ്പിക്കുന്നുവോ, ആ പ്രോവർബ് 16 2 വാക്യത്തിൽ നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തതാണ്. നമ്മുടെ ആത്മാവാണ് നമ്മളെ യഥാർത്ഥമായി വിശ്വസിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി, ഒരു ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് അത് ഒരു സോളുണ്ട്, അവനൊരു റൂഹയുണ്ട്, അവനൊരു സ്പിരിറ്റ് ഉണ്ട്, അവനൊരു ബോഡിയുണ്ട്. ഇവൻ്റെ സ്പിരിറ്റിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ അവൻ്റെ കൺട്രോൾ ആക്ച്വലി ആ വ്യക്തിയുടെ കയ്യിലായിരിക്കണം. എൻ്റെ സ്പിരിറ്റിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലായിരിക്കുന്നത്, എൻ്റെ കപ്പാസിറ്റിയാണ്, എൻ്റെ സോളിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അത് ഞാൻ പർപ്പസ്ഫുള്ളി യേശുവിന് കൊടുക്കുമ്പോൾ യേശു എൻ്റെ ആത്മാവുമായിട്ട് സംവേദിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന റിയലൈസേഷൻ, അപ്പോൾ എനിക്ക് കിട്ടുന്ന യഥാർത്ഥമായ ദൈവികമായ കാര്യങ്ങൾ, അതാണ് യഥാർത്ഥ സത്യം. സപ്പോസ് നമ്മളത് ചെയ്തില്ലെങ്കിൽ സാത്താന് നമ്മുടെ ഈ സ്പിരിറ്റിനെ സ്വാധീനിച്ച് നമ്മളെ തെറ്റ് വിശ്വസിപ്പിക്കും. ഇതൊരു ഫാക്റ്റാണ്. അതൊരു നമ്മളതിന് ആദ്യത്തെ ആ ഒരു ലെസൺ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ലെസൺ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി അത് മനസ്സിലാക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച മർമ്മം വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്തുകൊണ്ടാണ് യേശു ആദ്യം തന്നെ അവൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് ഒരു വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആവശ്യം എന്താണ്? അപ്പോൾ നമ്മളത് വളരെ ആഴത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു. ഹല്ലേലൂയ. ദാവീദ് വളരെ യങ്ങായിരിക്കുമ്പോൾ ആ വലിയ യുദ്ധം ജയിച്ചത് ഒറ്റ കാര്യം കൊണ്ടാണ്. അവന്റെ നാമത്തിലാ ദാവീദ് പ്രവർത്തിച്ചത്. ആ കാര്യത്തിൽ ആ വലിയ ശത്രു അടിഞ്ഞുപോയി, ആ വലിയ ശത്രു തകർന്നു മാറിപ്പോയി. ഒറ്റ കാര്യമുള്ളൂ, ആ ശത്രു, ഹല്ലേലൂയ, അവൻ വന്ന് അവന്റെ സകല സിസ്റ്റവും അതിനെ പ്രതിരോധിച്ചത്, അല്ലെങ്കിൽ അവനെ ഫൈറ്റ് ചെയ്തത് ഈ ദാവീദ് ഒറ്റ കാര്യം എടുത്ത അവന്റെ നാമം എടുത്താണ് അതിനെ ഫൈറ്റ് ചെയ്തത്. ബാക്കി കാര്യം ദൈവം നോക്കി. ദൈവം നോക്കിക്കോളും എന്ന് പറയാൻ ദൈവം ശരിക്കും നോക്കി. ഹല്ലേലൂയ.
അതെ, ഹല്ലേലൂയ. കേവലം ഒരു കല്ലുകൊണ്ട്, കവണക്കല്ലുകൊണ്ട് യുദ്ധം ജയിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സിസ്റ്റം അത് വ്യക്തമായി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദൈവം വെറും ഒരു കല്ലുകൊണ്ട് ജയിച്ചത്. എങ്ങാനും വല്ല സോഡോ അല്ലെങ്കിൽ വാളോ അമ്പോ വല്ല ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഈ സാത്താന് മറ്റു മനുഷ്യരെ വിശ്വസിപ്പിച്ചാൻ, അല്ലെങ്കിൽ അതുകൊണ്ട് അവന്റെ കഴിവുകൊണ്ട് അങ്ങനെ കഴിവുണ്ടാവാൻ പാടില്ല, അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടാവാൻ പാടില്ലാത്തത് കൊണ്ടാണ് വെറും ഒരു കവണക്കല്ലുകൊണ്ട് യെസ് ഹല്ലേലൂയ ആ ഗോലിയാത്തിനെ നിലംപരിശാക്കിയത്. അപ്പോ ദാവീദിന് വളരെ ചെറുപ്പത്തിൽ ഈ ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം ആ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിന് കുറച്ച് പോർഷൻസ് ബാക്കിയുണ്ട്. എന്നാലാണ് അതിൻ്റെ ഒരു പൂർണ്ണത നാമത്തിൻ്റെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് കിട്ടുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഒരു വാക്യം വായിക്കാം. 91 സങ്കീർത്തനം 14 മുതൽ താഴോട്ട് വായിക്കാം. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. 91 സങ്കീർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ചില പ്രാർത്ഥനയുടെ ക്ലോസ് ആയിട്ട് ദൈവം പറയുന്ന കാര്യം 14 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കൽ. ആക്ച്വലി ശരിക്കും ഹീബ്രുവില് അത് ശരിക്കും പറഞ്ഞാൽ ബിക്കോസ് ഹി ഹാസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ എന്നുള്ളൊരു വാക്കാണ് യഥാർത്ഥമായി. അതായത് അഗപ്പെ, നമ്മുടെ പുതിയ നിയമത്തിൽ അഗപ്പെ ലവ് ഇല്ലേ, സെയിം സാധനം. അതായത് ഓരോ വ്യക്തിക്കും ദൈവത്തോട് ഒരു യഥാർത്ഥമായ സ്നേഹം തോന്നണം, യഥാർത്ഥമായ സ്നേഹബന്ധം ദൈവവുമായിട്ട് ഉണ്ടായിരിക്കണം. ഇതൊരു ഫസ്റ്റ് കേസാണ്. അതാണ് യഥാർത്ഥമായ അവിടെ അതിന്റെ അർത്ഥം. അഗപ്പെ ലവ് എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്ന അതേ ലവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവിടെ ഉപയോഗിച്ച. മലയാളത്തിൽ എന്തുകൊണ്ട് പറ്റിയിരിക്കുന്ന, പക്ഷേ ഇംഗ്ലീഷിലൊക്കെ എൻ്റെ മിക്കവാറും എല്ലാ ട്രാൻസ്ലേഷൻ ലവ് എന്നുള്ള പദം തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രിയ ദൈവമക്കളെ, അടുത്ത വാക്യത്തിൽ എന്താണ്? അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും, ഞാൻ അവനെ വിടിച്ചു മഹത്വപ്പെടുത്തും. അത് പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ ഉള്ള കണ്ടീഷനായിട്ട് 14 വാക്യത്തിൽ പറയുന്നു, ഫസ്റ്റ് കേസ് ഹല്ലേലൂയ, യഥാർത്ഥമായി ഈ വ്യക്തി ദൈവവുമായിട്ടൊരു സ്നേഹബന്ധത്തിലായിരിക്കണം. യഥാർത്ഥമായ ഒരു സ്നേഹബന്ധം ദൈവവുമായിട്ട്, വേറെ ആരുമായിട്ടല്ല, ദൈവവുമായിട്ട് തന്നെ ഹല്ലേലൂയ അവിടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഈ സ്നേഹം അഗപ്പെ ലവിൻ്റെ ഒക്കെ ഒരു പോക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ദൈവവുമായിട്ട് ആ സ്നേഹം ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അതിനുശേഷമേ മനുഷ്യനുമായിട്ട് കൂട്ടു സഹോദരങ്ങളുമായിട്ട് സ്നേഹം കിട്ടത്തുള്ളൂ കേട്ടോ. അത് അങ്ങനെയാണ്. നമുക്ക് 1 യോഹന്നാൻ 5-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ 2-ാം വാക്യം തോന്നുന്നു. 1 യോഹന്നാൻ 5:2 എന്ന് വായിച്ചിട്ട്, നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ഫസ്റ്റ് ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം, അതിനുശേഷം ആ സ്നേഹബന്ധത്തിൽ ഊന്നി അവൻ പറയുന്നത് കേൾക്കാനുള്ള നമ്മുടെ സന്നദ്ധത, നമ്മുടെ യഥാർത്ഥമായ അർപ്പണ മനോഭാവം, അതിനുശേഷം നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് അതിനാൽ അറിയാം. അതായത് ദൈവത്തെ സ്നേഹിച്ച് ദൈവം പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ മൂന്നാമതായിട്ടുള്ള അടുത്ത സ്റ്റേജിലാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു സ്നേഹ സിസ്റ്റം നമ്മളിൽ ഒഴുകുക. ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ മറ്റേ കാര്യം എടുത്തപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ പ്രൈമറി തിങ് ദൈവസ്നേഹം, ദൈവത്തുമായിട്ടുള്ള സ്നേഹം, എന്നിട്ട് ദൈവം പറയുന്നത് കേൾക്കല്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതായത് ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലും അവൻ പറയുന്നത് അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അവൻ പറയുന്ന കാര്യം നമ്മൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ, അങ്ങനെയുള്ള സിസ്റ്റത്തിലുള്ള വ്യക്തിക്ക് പിന്നെ ദൈവം കൊടുക്കുന്ന കാര്യം മറ്റുള്ളവരെയും സ്നേഹിപ്പാനുള്ള യഥാർത്ഥമായ ഒരു അഗപ്പെ ലവ്
ഒരു ഇവന്റെ ജീവിതത്തിലോട്ട് വരും. ഹല്ലേലൂയ. നമുക്ക് വേഗം തന്നെ തിരിച്ച് ആ 91 സങ്കീർത്തനത്തിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവവുമായിട്ടുള്ള ആ യഥാർത്ഥമായ ഒരു 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 ലവ് റിലേഷൻഷിപ്പ്, അഗപ്പെ റിലേഷൻഷിപ്പ് നമുക്ക് വേണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യഥാർത്ഥമായി ഒന്ന് ഇതിനൊരു ആവശ്യമുണ്ട്. അതായത് പ്രാർത്ഥന 15 വാക്യത്തിലെ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരം അരുളും എന്നുള്ളതിന്റെ ഒരു ക്ലോസ് പോലാണ് 14 വാക്യത്തിൽ വെച്ചേക്കണം. അതുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് വരുന്നത്. ഹല്ലേലൂയ. അതായത് പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടൊരു സ്നേഹബന്ധത്തിലായിരിക്കണം. ഹല്ലേലൂയ. അതൊരു ഫസ്റ്റ് കേസാ. അതിനുശേഷം ഉള്ള കാര്യമാണ് നമ്മുടെ ടോപ്പിക്ക്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. അവൻ എൻ്റെ നാമത്തെ അറിയാം. അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം ഫസ്റ്റ്. അതിനുശേഷം പ്രാർത്ഥന തന്നെ 15 വാക്യത്തിലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 91 സങ്കീർത്തനത്തിന്റെ മൊത്തം സിസ്റ്റം നമുക്കറിയാലോ. അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പ്രൊട്ടക്ഷന്റെ കാര്യം പറയുന്നു. അപ്പോൾ അതായത് യേശുവിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ ഒരു സങ്കീർത്തനമാണ്. അല്ലെ, മോശയാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നതെന്ന് കൂടുതൽ ആൾക്കാരും പറയുന്നു. പ്രത്യേകമായ ടൈറ്റിൽ ബൈബിളിൽ കൊടുത്തിട്ടില്ല. പക്ഷേ പ്രാർത്ഥനയുടെ കോണ്ടസ്റ്റ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ 31 സങ്കീർത്തനം പഠിച്ചതുമായിട്ട് വളരെ സിമിലാരിറ്റി ഈ ഒരു സങ്കീർത്തനത്തിന് പ്രാർത്ഥന കോണ്ടസ്റ്റിലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ മറവിൽ ഇരിക്കുന്ന വ്യക്തി, ദൈവം എന്നെ രക്ഷിക്കും, ദൈവത്തിനൊരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ട് എന്ന് യഥാർത്ഥമായി മനസ്സിലാക്കുകയും പ്രൊക്ലെയിം ചെയ്യുന്ന വ്യക്തി, അവൻ എന്നിട്ട് വന്നിട്ട് 13 വാക്യത്തിൽ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയുമെന്ന് പറയുന്ന വ്യക്തി അടുത്ത വാക്യത്തിൽ പറയുന്ന ഒരു ക്ലോസ് പോലെ ദൈവം ഉടൻ തന്നെ അവിടുത്തെ സബ്ജക്റ്റ് അത് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ഉടൻ തന്നെ അവൻ എന്നോട് പറ്റിയിരിക്കൽ 13 വാക്യം വരെ ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉടൻ തന്നെ അവിടെ ദൈവം അവിടെ ഉടൻ തന്നെ ഈ സബ്ജക്റ്റായി വന്നിട്ട് എഴുതി പറയുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ ദൈവവുമായിട്ട് ഉള്ള സ്നേഹബന്ധം ഫസ്റ്റ്. അതിനുശേഷം ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ നാമം നമ്മൾ അറിയണം. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ നാമം നമ്മൾ അറിയണം. ഹല്ലേലൂയ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്റെ നാമം യഥാർത്ഥമായി ഓരോ വ്യക്തിയും മനസ്സിലാക്കണം. ദാവീദ് മനസ്സിലാക്കിയ കാര്യം നമ്മൾ കണ്ടു. ഹല്ലേലൂയ. ഇനി എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ നാമം ശരിക്കും നമ്മൾ അറിയുക, എടുക്കുക എന്ന് നമ്മൾ ചോദിച്ചാൽ, നമുക്ക് ഞാൻ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. യെസ്രയുടെ പുസ്തകത്തില് യെസ്രയുടെ പുസ്തകം 1 അധ്യായത്തില് ഈ കോരശിന്റെ വിളംബരം അതെങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് നോക്കിയേ. യെസ്രയുടെ പുസ്തകം 1 അധ്യായം കോരശ് ഒരു വാക്യം, ജസ്റ്റ് ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അതിന്റെ യഥാർത്ഥമായ ആശയം കിട്ടുള്ളൂ. 1 വാക്യത്തിൽ തന്നെ 2 വാക്യം പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കണേ, ഒരു വിളംബരം അവിടെ ഡിക്ലെയർ ചെയ്യുക. പാഴ്സി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു. ആ ലെറ്ററിന്റെ ടൈറ്റിലിൽ തന്നെ ഉള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഇനി ഈ ദാനിയേലിന്റെ പുസ്തകം 4 അധ്യായത്തില് അതുപോലെ ഒരു കാര്യം കാണാം. ദാനിയേലിന്റെ പുസ്തകം 4 അധ്യായത്തില് നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്. എങ്ങനെ ഇത് അതിന്റെ ആ എഴുത്തിന്റെ രീതി നോക്കിയേ. നെബൂഖദ്നേസർ രാജാവ് സർവ്വഭൂമിയിലും, അന്ന് വായിച്ചേ, സർവ്വഭൂമിയിലും പാർക്കുന്ന സകല വംശങ്ങൾക്കും ജാതികൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്. ഇവന്റെ എഴുത്തിന്റെ ബേസ് എന്താ? നെബൂഖദ്നേസർ എന്ന രാജാവിന്റെ നാമം.
പാഴ്സി രാജാവ് കോരശിന്റെ നാമം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, മത്തായി സുവിശേഷം 28:18 യേശു എന്താണ് പറഞ്ഞത്? സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ നാമം, ഹല്ലേലൂയ, ഓ നമ്മൾക്കത് തോന്നണം. ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവുമുള്ള ആ യേശുവിന്റെ നാമം. ഹല്ലേലൂയ. യെസ്, അത് വ്യക്തമായി നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഹല്ലേലൂയ, അതെ, അതെ, ഒരു കാര്യം നമ്മൾ വ്യക്തമായി അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ ഈ കിങ്ഡം ഉള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോൾ ആ ഒരു കാര്യം കുറച്ചുകൂടെ മനസ്സിലാവും. ആ ഒരു കാര്യം കിങ്ഡം ഒരു കാര്യം വരുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു കാര്യം ഹല്ലേലൂയ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യനായ കോരശനും മനുഷ്യനായ നെബൂഖദ്നേസറും അവന്റെ നാമം, അതായത് നമ്മൾ ഇങ്ങനെ ഓർക്കുക, മോദിയുടെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ അവന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഇങ്ങനെ എഴുതി വിടുകയാണ്. അതായത് പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസ്, PMO ഓഫീസിൽ നിന്ന് എഴുതിയിട്ട് ഒരു കാര്യം എഴുതിയിട്ട് അവസാനം മോദി ഇങ്ങനെ സൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അവസാനം അത് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പ്രിയ ദൈവമക്കളെ, യഥാർത്ഥമായി അവന്റെ നാമം എടുക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഹല്ലേലൂയ, 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 ആ ഒരു അധികാരമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, നമുക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനും അധികാരം ഹാൻഡ് ഓവർ ചെയ്ത് നൽകിയപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ദൈവത്തിന്റെ സിസ്റ്റം. ഹല്ലേലൂയ. ഓ ജീസസ്. അതിൻ്റെ ആശയം ഹല്ലേലൂയ കൂടുതലായി നമുക്ക് രാജ്യത്തിൻ്റെ ആ ഒരു കാര്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ആ നാമത്തിൻ്റെ ഒരു സിസ്റ്റം എടുക്കണമേ. ഒരു വെറും മനുഷ്യനായ രാജാക്കന്മാര് എൻ്റെ നാമത്തിൽ, അതായത് കോരശിന്റെ നാമത്തിൽ, നെബൂഖദ്നേസറിന്റെ നാമത്തിൽ എല്ലാവരും ഡിക്ലെയർ ചെയ്യുമ്പോൾ സർവ്വ രാജാവായ സ്വർഗത്തിനും ഭൂമിക്കും, ഈ ഭൂമിയുടെ മാത്രമല്ല സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവുമുള്ള യേശുവിന്റെ നാമം ഉപയോഗിക്കാനാ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും, ഓരോ അവന്റെ മക്കൾക്കും അവൻ കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ സ്പെഷ്യൽ പ്രിവിലേജ്. ഹല്ലേലൂയ. Are we ready? Do we know this particular great privilege? നമ്മൾ ആരാ? ഹല്ലേലൂയ. നമ്മളുടെ അധികാരം എന്താ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. നമുക്ക് വേഗം ആ രാജ്യത്തിന്റെ സിസ്റ്റത്തിലോട്ട് വരാം. അങ്ങനെ അത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്കത് മനസ്സിലാവും. ഹല്ലേലൂയ. നമുക്ക് മത്തായി സുവിശേഷം 6 അടുത്ത സെക്ഷൻ, 6-10 വാക്യത്തിന്റെ ആദ്യത്തെ സെക്ഷൻ മാത്രം വായിക്കാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. നിന്റെ രാജ്യം വരണമേ. നിന്റെ രാജ്യം വരണം. മതി. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. അഗൈൻ സെക്കൻഡായിട്ട് യേശു പറയുന്ന ഒരു കാര്യമാണ് നിന്റെ രാജ്യം വരണമേ. എന്തുകൊണ്ട് യേശു പ്രാർത്ഥനയിൽ ഇത് ഉൾപ്പെടുത്തി? പ്രാർത്ഥനയിൽ എന്തുകൊണ്ട് ഇത് ഉൾപ്പെടുത്തണം? എന്താണ് കാര്യം? നമ്മൾ നാമത്തിനെ കുറിച്ച് ഹല്ലേലൂയ ഏകദേശം ഒരു ധാരണയായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തോ സംതിങ് ഉണ്ട് എന്ന് അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി. അത് എത്രത്തോളം വെളിപ്പെട്ട് കിട്ടണമെന്ന് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവം കൂടി വിചാരിക്കണം, ദൈവം തന്നെ അത് വെളിപ്പെടുത്തണം. ഞാൻ വെറുതെ പറയുന്നതല്ല. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു കാര്യമുണ്ട്. പുത്രൻ പിതാവിനെ കുറിച്ചുള്ള ആ ഒരു റെവലേഷൻ കൊടുത്തവർക്ക് മാത്രമേ നമുക്ക് റെവലേഷൻ കിട്ടുള്ളൂ. അല്ലല്ലോ. അപ്പൊ ബേസിക്കലി നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരിജ്ഞാനത്തിനും ജ്ഞാനത്തിനും ആ വെളിപ്പാടിനും ആ ഒരു വലിയ റെവലേഷനും ഉള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ, സത്യം അറിയാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ദൈവം തുറന്നു തരും. ഹല്ലേലൂയ. അതൊരു മസ്റ്റ്. ആ താല്പര്യത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴേ ഈ കാര്യം നടക്കുള്ളൂ. വളരെ വ്യക്തമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അത് വെളിപ്പെട്ട് കിട്ടത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം വായിച്ചട്ടെ. ഞാൻ വായിച്ചോളാം. എൻ്റെ പിതാവ് സകലവും എന്നിൽ വരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവൻ എന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവൻ എന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ.
നമുക്ക് ഈ ഒരു കാര്യം തുറന്നു കിട്ടണമെങ്കിൽ പലപ്പോഴും നമുക്ക് ബൈബിൾ ത്രൂ ഔട്ട് നമ്മൾ പല ഭാഗങ്ങളിൽ നമ്മളുണ്ട്. പലപ്പോഴും ആൾക്കാരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് യെസ് ഇത് യേശുവാണ് വെളിപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ യഥാർത്ഥമായ ആവശ്യബോധത്തോടും ദൈവവുമായിട്ടുള്ള ആ ഒരു യെസ് ആ ഒരു യഥാർത്ഥമായ ആ ബന്ധത്തിന്റെ പുറത്താണ് ഈ ദൈവത്തെക്കുറിച്ചുള്ള യെസ് അവൻ അവിടെ 91 സങ്കീർത്തനം എന്ന് പറയുന്ന ആ ഒരു സാധനം അല്ലേ, അത് അവനോട് പറ്റിയിരിക്കാൻ, അത് ആ ലവ് ഉള്ളതിനായി, ബിക്കോസ് ഹി ഹാസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ ഐ ഡെലിവർ ഹിം. ഹല്ലേലൂയ. യെസ് ബിക്കോസ് ഹി ഹാസ് നോൺ മൈ നെയിം. അത് യെസ് അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. അപ്പോ ഇത് ഈ അറിവ്, ഈ ഒരു കാര്യം യെസ് ദൈവം തന്നെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിപ്പോൾ രാജ്യത്തിന്റെ കാര്യത്തിലോട്ട് നമ്മൾ കടക്കുന്നു. ഹല്ലേലൂയ. രാജ്യം എന്തുകൊണ്ട് നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥനയിൽ കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രാർത്ഥനയിൽ അങ്ങനെ പഠിപ്പിക്കാൻ കാരണം നമുക്കറിയണം. ഹല്ലേലൂയ. വൈ, എന്താണ് അതിൻ്റെ കഥ ഇരിക്കുന്നത്, എന്താണ് അതിൻ്റെ പുറകിലുള്ള റീസൺസ്. അതിനുവേണ്ടി യേശുവിനോട് തന്നെ പരീശന്മാര് ദൈവരാജ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ താഴോട്ടൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-20 മുതൽ താഴോട്ട്. ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്ന് പറയുകയും ഇല്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ലതാനും. അന്ന് നിങ്ങളോട് ഇതാ ഇവിടെ എന്നും അത് അവിടെ എന്നും പറയും. നിങ്ങൾ പോകരുത്, പിൻചൊല്ലുകയും അരുത്. മിന്നൽ ആകാശത്തിൽ കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിൽ ആകും. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സൊദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെ ആകും. മതി. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇവിടെ നമ്മൾ ഫണ്ടമെന്റലി നമ്മൾ ചില കാര്യങ്ങൾ വളരെ ആഴത്തിൽ അത് മനസ്സിലാക്കണം. യേശു എന്തുകൊണ്ടാണ് നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രാർത്ഥനയിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തെന്ന് നമ്മൾ പഠിക്കുവാണ്. ഹല്ലേലൂയ. അപ്പോൾ പരീശന്മാർ ഒരിക്കലും യേശുവിനോട് ഇങ്ങനെ ചോദിക്കുന്നു, യെസ് ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി അത് വായിച്ച ആ പോർഷൻ വായിച്ചു. അതിനകത്ത് 2 കാര്യം വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഒന്ന്, യേശു പറയുന്ന കാര്യം 22-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 21-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാ അവിടെയെന്നും അതാ അവിടെയെന്നും ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ കൺസെപ്റ്റിന്റെ ആശയം ഫസ്റ്റ് കേസ് ഒന്ന്, ഹല്ലേലൂയ, ഒന്ന് ദൈവരാജ്യം, ഹല്ലേലൂയ, ഓൾറെഡി നമ്മൾ ഇടയിലുണ്ട്. ഫസ്റ്റ് കേസ്. അതിനകത്ത് 4 കൺസെപ്റ്റ് ഉണ്ട്. ഹല്ലേലൂയ. 4 ആശയങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിനുശേഷം യേശു പഠിപ്പിച്ചപ്പോൾ യേശുവിൻ്റെ രഹസ്യ പ്രത്യക്ഷതയുടെ കാര്യമാണ് നമ്മൾ അടുത്ത സെക്ഷനായിട്ട് കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. യഥാർത്ഥമായി ദൈവരാജ്യത്തിന്റെ സിസ്റ്റം, ഹല്ലേലൂയ, നമ്മൾ യേശുവിനെ കണ്ടുമുട്ടുന്ന മൊമെന്റ് മുതൽ തുടങ്ങണം. ഹല്ലേലൂയ. ഇതൊരു ഫസ്റ്റ് കേസാണ്. ദൈവരാജ്യത്തിന്റെ നമ്മൾ ആ ദൈവരാജ്യത്തിന്റെ സിറ്റിസൺ ആകുന്നത് യേശുവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ, യേശുവുമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിൽ തുടങ്ങുന്ന സമയം മുതൽ അത് തുടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. സകല അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ മീറ്റിംഗിൽ നിന്ന് പുറത്താക്കുന്നു.
അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പുറത്താക്കി, അടുത്തു വരാതെ ബന്ധിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, അതെ, ദൈവരാജ്യത്തിന്റെ സിസ്റ്റം, ഹല്ലേലൂയ, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. അതിനുശേഷം യേശു എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യേശുവിന്റെ, ഹല്ലേലൂയ, വരവ്, രണ്ടാം ആ രഹസ്യ പ്രത്യക്ഷതയെ കുറിച്ച് അവിടെ ഡിനോട്ട് ചെയ്യുന്നു. ഇനി വെളിപ്പാട് പുസ്തകത്തിലോട്ട് പഠിച്ചാൽ നമുക്ക് വേറൊരു കാര്യം, 1000 ആണ്ട് വാഴ്ചയുടെ കാര്യം കാണാം. ഹല്ലേലൂയ. അതിനുശേഷം വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലോട്ട് പോകുമ്പോൾ പുതിയ, യെസ്, ആ പുതിയ യെരൂശലേമിനെ കുറിച്ച് കാണാം. ഹല്ലേലൂയ. പുതിയ, ഇനി ആ പഴയതെല്ലാം കഴിഞ്ഞു പോയിട്ട് പുതിയ സിസ്റ്റത്തെ കുറിച്ച് കാണാം. ഇതൊക്കെ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം തന്നെയാണ്. ബട്ട് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം വേർ? ഹല്ലേലൂയ. ഇതെപ്പോഴാ തുടങ്ങുന്നത്? ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ സിസ്റ്റം, യെസ്, ഹല്ലേലൂയ, ഏത് വ്യക്തി ജീവിതം ആണോ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നത്, ആ മൊമെന്റ് മുതൽ തുടങ്ങിയിരിക്കണം. ഇപ്പോൾ ആ ദൈവരാജ്യത്തിൽ അല്ലാത്തവൻ യേശുവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുക വേണ്ട. യേശുവിന്റെ പ്രത്യക്ഷത ഇല്ലാത്തവൻ പുതിയ ആ യെരൂശലേമിലെ പാർട്ടാവുമെന്നും ചിന്തിക്കേ വേണ്ട. ഹല്ലേലൂയ. ഇത് ഫാക്ട്, ഫണ്ടമെന്റൽ തിങ്. ഇത് നമ്മൾ മനസ്സിലാണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആഴത്തിലോട്ട് പിന്നെയും പോകാനുണ്ട്, നമുക്കത് വെളിപ്പെടാനുണ്ട്. അതിനുവേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 1 മുതൽ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 1 മുതൽ. അവൻ പന്തിരവരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെയും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ച് പറഞ്ഞത്. ഇവിടെ കണ്ടോ, ഈ 12 പേരെ യേശു വിളിച്ചിട്ട് എന്താ അവരോട് ആക്ച്വലി പറഞ്ഞേ? ഒറ്റ കാര്യമുള്ളൂ, ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക. റൈറ്റ്? ഇനി ബാക്കി വായിച്ചോട്ടെ. വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും അരുത്. നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടം വിട്ടു പോകും വരെ അവിടെ തന്നെ പാർക്കുവിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ടു എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊരുതോറും സഞ്ചരിച്ചു. ഓക്കെ, മതി മതി. ഇത് ആരെ കുറിച്ചാ പറയുന്നത്? യേശുവിന്റെ ശിഷ്യന്മാര് 12 പേര്. ഇനി വേറെ 70 പേരെ അയച്ചപ്പോ യേശു എന്താ പറഞ്ഞു നോക്കി. അടുത്ത നെക്സ്റ്റ് അധ്യായം 10 അധ്യായത്തില് ആദ്യം മുതലൊന്ന് വായിച്ചേ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈ രണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കുവിൻ. പോകുവിൻ. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യരുത് എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാനിത് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഒരു സിമ്പിളായിട്ട് പറഞ്ഞു, ഏതെങ്കിലും പട്ടാളക്കാർ, എസ്പെഷ്യലി പട്ടാളക്കാർ, ജോയങ്ങൾ ഓൾറെഡി പട്ടാളത്തിലായതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാം, ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ എന്തെങ്കിലും വിശേഷം നാട്ടുകാരോട് പറയുമോ? ഹല്ലേലൂയ. ദേ ആർ ഇൻ പർട്ടിക്കുലർ ടാർഗറ്റ്. അവർ അസൈൻമെന്റിലാ, അവർക്ക് അതായത് ഒരു പർട്ടിക്കുലർ ഡ്യൂട്ടിയിലാ. ആ യൂണിഫോം ഇട്ടിട്ട് മറ്റുള്ളവരോട് അതും ഇതും പറഞ്ഞ അവന് വിവരം അറിയും. ഹല്ലേലൂയ. യെസ്, നമ്മളും അങ്ങനെ തന്നെയാ. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. ആ ഒരു പട്ടാളക്കാരൻ നോക്ക്. യെസ്, ഏതെങ്കിലും ഒരു ഡ്യൂട്ടിയിലായിരിക്കുന്ന പട്ടാളക്കാർ നാട്ടുകാരുടെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പോലീസുകാരുടെ കേസ് വ്യത്യാസമുണ്ട്, എസ്പെഷ്യലി പട്ടാളക്കാർ. ഹല്ലേലൂയ. ഡിഫൻസിലെ ആൾക്കാരാണെങ്കിൽ യെസ്, ദേ ആർ ഇൻ പർട്ടിക്കുലർ ആ കോഡ് ആൻഡ് കണ്ടക്റ്റിൽ തന്നെയായിരിക്കും. ഹല്ലേലൂയ. ദേ ക്യാൻ നോട്ട്, ഹല്ലേലൂയ, ചുമ്മാ ഇതും പറയാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ മഹാരാജാവിന്റെ പടയാളികളാണ് നമുക്കും അതേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ഹല്ലേലൂയ. എന്ത് രാജാവ് പറയുന്നോ, എന്ത് പറഞ്ഞു വിട്ടോ അത് ചെയ്യാനാ. ഹല്ലേലൂയ. ദൈവം നമ്മളെ അസൈൻ ചെയ്തിരിക്കുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ ദൈവം പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഹല്ലേലൂയ. യെസ്, ബാക്കി വായിച്ചോട്ടെ. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറയുവേ. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും.
അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർക്കുവിൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിക്കുവിൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറയും. ആമേൻ. മതി മതി. ഹല്ലേലൂയ. 12 ശിഷ്യന്മാരെ വിട്ടപ്പോഴും വേറെ 70 പേരെ വിട്ടപ്പോഴും യേശു പറഞ്ഞ ഒറ്റ കാര്യമാണ്. ഹല്ലേലൂയ. എന്താണെന്ന് വെച്ചാല് വ്യക്തമായി ഇവിടെ എഴുതി, അതിലെ രോഗികളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു നമ്മളെ തേടി വരുമ്പോൾ നമ്മുടെ ശാരീരികമായ, മാനസികമായ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമുള്ള പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായി തന്നെ അവൻ വരുന്നത്. ഹല്ലേലൂയ. അതല്ലാത്തൊരു സിസ്റ്റം അല്ല യേശു നമ്മളെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. രോഗസൗഖ്യം, അതുപോലെ എല്ലാ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ നമ്മുടെ അവകാശമാണ്. ദൈവത്തിന്റെ സിസ്റ്റം, ദൈവം വിട്ടത് അങ്ങനെയാട്ടോ. ഹല്ലേലൂയ. അത് വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കേണ്ട, സൗഖ്യം വേണ്ടാത്തവർക്ക് സൗഖ്യം വേണ്ട. പക്ഷെ എനിക്ക് വേണം. ഞാൻ പഠിപ്പിച്ച എന്നെ പഠിപ്പിച്ച ആ സിസ്റ്റവും അങ്ങനെ തന്നെയാ പറയുന്നത്. ഹല്ലേലൂയ. അതെ അതെ, യേശുവിന്റെ കയ്യിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. സൗഖ്യം കഴിഞ്ഞിട്ട് പറഞ്ഞ 12 ശിഷ്യന്മാരെ വിട്ടപ്പോഴും 70 പേരെ വിട്ടപ്പോഴും ഇങ്ങനെയാ. ആ വാക്യം ഒന്ന് സൂക്ഷിച്ചു പോകും നോക്കിയേ. ഹല്ലേലൂയ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. ആർക്കാ? ദൈവരാജ്യം നിങ്ങൾക്ക്. പ്രിയ ദൈവമക്കളെ, ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം. ഹല്ലേലൂയ. എന്താണെന്ന് വെച്ചാൽ, ഹല്ലേലൂയ, യേശു അവന്റെ രാജ്യത്തിലെ സിറ്റിസൺ ആവാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക. ഹല്ലേലൂയ. Are we ready to accept it? ഹല്ലേലൂയ. അത് ഡിക്ലൈൻ ചെയ്യുന്ന, അത് വേണ്ടാന്ന് പറയുന്നവന്റെ പ്രശ്നങ്ങൾ അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. സോദോം ഗോമോറയെക്കാളും കഷ്ടമായിരിക്കും അവരുടെ കാര്യം. ഹല്ലേലൂയ. പക്ഷേ യേശുവിന്റെ സിസ്റ്റം നോക്കിക്കേ. ഇത് വളരെ വ്യക്തമായി ഓരോ വ്യക്തി ജീവിതവും മനസ്സിലാക്കണം, വിശ്വാസികൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. യേശു 12 പേരെ അയച്ചപ്പോഴും, ഹല്ലേലൂയ, വേറെ 70 പേരെ അയച്ചപ്പോഴും, ഇപ്പോഴും അയക്കുമ്പോഴും നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പറയുമ്പോഴും ഈ തിങ് ഉണ്ടായിരിക്കണം അതിനകത്ത്. ഹല്ലേലൂയ. ഒന്ന്, we are inviting them to his eternal kingdom. അവന്റെ രാജ്യത്തോടാ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഓരോ വ്യക്തി ജീവനോട് സുവിശേഷം പറയുമ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. നമ്മളും ആ രാജ്യത്തിന്റെ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് സുവിശേഷം പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതും എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഇനി നമുക്കതൊന്ന് കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലോട്ട് വന്നിട്ട്, മത്തായി സുവിശേഷം 16-ാം അധ്യായത്തില് പത്രോസുമായിട്ടുള്ള ആ ഒരു കാര്യത്തിൽ ചില കാര്യങ്ങൾ വളരെ ആഴത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് അത് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. പലപ്പോഴും നമ്മൾ എടുത്തതാണെങ്കിലും ദൈവം ഓരോ പ്രാവശ്യം വെളിപ്പെടുത്തുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അതിനകത്ത് എനിക്ക് ദൈവം പറഞ്ഞു തരുന്നുണ്ട്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തില് 17 മുതലുള്ള വാക്യം. യേശു അവനോട്, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ആ ട്രാൻസ്ലേഷനിലെ ആ കാര്യം കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നീ പെട്രാസ് ആകുന്നു, നീ പാറക്കഷ്ണമാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുന്ന യഥാർത്ഥ അർത്ഥം, യഥാർത്ഥ ട്രാൻസ്ലേഷൻ. കാരണം ബർയോന ശിമോനെ എന്നുള്ള പത്രോസിനെ പർട്ടിക്കുലറായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യം ഓൾറെഡി തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ കഴിഞ്ഞതാ. അടുത്ത വാക്യം, യു ആർ പെട്രാസ്, നീ പാറക്കഷ്ണമാകുന്നു. സോനുവേ, നീ പാറക്കഷ്ണമാ. സാജുവേ, നീ പാറക്കഷ്ണമാ. ഹല്ലേലൂയ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. ഇത് വ്യക്തമായ ഒരു ആശയം യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അതെന്താന്ന് വെച്ചാല്, യേശുവാകുന്ന പാറമേൽ ചേർത്ത് നമ്മളെ പണിയാൻ വേണ്ടിയാ യേശു വിളിച്ചേ. ഹല്ലേലൂയ. ഒരു സിമെന്റ് ഇട്ട് ഉറപ്പിച്ചിട്ട്, ആ കോർണർ സ്റ്റോണിൽ അതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മളെ വിളിച്ച് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് യേശു പറയാ, ഇത് രക്ഷപ്പെടാനുള്ളതാ, അല്ലാതെ സാത്താന്റെ പാതാള ഗോപുരത്തിന് കൊണ്ടുപോകാനുള്ളതല്ല.
നീ ഈ പണിയപ്പെട്ട, ഈ അറ്റാച്ച് ചെയ്തപ്പെട്ട ആ സിസ്റ്റം ഉണ്ടല്ലോ, ഈ അറ്റാച്ച് ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയാവോ? ഹല്ലേലൂയ. യോഹന്നാൻ 6:56 എന്റെ മാംസം തിന്നുകയും താൻ എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അതാണ് ആ സിമന്റ്. ഹല്ലേലൂയ. യഥാർത്ഥമായി യേശുവിന്റെ മാംസം തിന്നുകയും എന്റെ മുഴുവൻ പാപങ്ങള്, അകൃത്യങ്ങള്, ലംഘനങ്ങള്, എല്ലാ വീഴ്ചകളും ആ ക്രൂശിലോട്ട് ഏൽപ്പിച്ച് യഥാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നുവെന്ന് യഥാർത്ഥമായി ഏറ്റെടുത്ത് അവന്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച ജനമേ, ആ പാറയായിട്ട് അറ്റാച്ച്ഡ് ആണ്. നീ അറ്റാച്ച്ഡ് ആണ്, അവനിലാ വസിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ആ വ്യക്തിക്ക് ദൈവം എന്താണ് അടുത്തത് പറഞ്ഞതെന്ന് നോക്കിയേ. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഈ 16 മത്തായി സുവിശേഷം 16 അധ്യായത്തില് അടുത്ത വാക്യങ്ങൾ. അപ്പോൾ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ആമേൻ. ഇവിടെ എന്താണ് ഈ വെരി മൊമെന്റിൽ അറ്റാച്ച് ചെയ്ത പത്രോസിനോട് യേശു പറഞ്ഞെന്താ? ഇത് നമ്മൾ കുറച്ചു മുമ്പ് എടുത്ത കൺസെപ്റ്റാ. സ്വർഗരാജ്യത്തിലോട്ട് അവനെ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്ത് അവനെ സിറ്റിസൺ ആക്കി വെച്ചേക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പത്രോസിനോട് പറയാ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരിക. ഹല്ലേലൂയ. അതിനകത്ത് ആദ്യം പറയുന്നത്, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. കുറച്ചു മുമ്പേ നമ്മൾ നാമത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു. PMOയുടെ ഓഫീസിലിരിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ സൈൻ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ, അവനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന വ്യക്തി ജീവിതമാണോ നീ? അവന്റെ നാമം ഉപയോഗിക്കുമ്പോൾ ഹല്ലേലൂയ, നീ കൽപ്പിക്കുമ്പോൾ അതിനകത്തൊരു സിഗ്നേച്ചർ സ്വർഗത്തിൽ നിന്ന് വരും. ഹല്ലേലൂയ. Are we ready to partake in that great privilege? Hallelujah. വെറുതെ പറയുന്നതല്ല. സ്വർഗരാജ്യത്തിന്റെ നിന്റെ രാജ്യം വരണമെന്ന് പറഞ്ഞ ഈ മൊമെന്റ് മുതല്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട മൊമെന്റ് മുതല് നീ ആ രാജ്യത്തിലെ സിറ്റിസൺ ആയിരിക്കണം. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തരും. ആ ഒരു മർമ്മം കൂടും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഈ താക്കോലിന് കെട്ടേണ്ടത്, ആദ്യം പറയുന്നത് അഴിക്കാനല്ല, ആദ്യം പറയുന്നത് കെട്ടാനല്ലേ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. പ്രിയ ദൈവമക്കളെ, നിന്നെ ഇപ്പോ ആ സിറ്റിസണായി അവന്റെ രാജ്യത്തിന്റെ, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവുമുള്ള യേശുവിന്റെ ഒരു രാജ്യത്തിന്റെ, ആ രാജാവിന്റെ സിറ്റിസണാ നീ. അവനുമായിട്ട് ചേർന്ന് പണിയപ്പെട്ട വ്യക്തിയാ നീ. ഹല്ലേലൂയ. അറ്റാച്ച്ഡ് ആണ്. നിന്റെ പാപമൊത്ത ക്രൂശി കൊടുത്ത് അവന്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് അവനിൽ വസിക്കുന്ന, അവൻ നിന്നിൽ വസിക്കുന്ന സിസ്റ്റം ആണെങ്കിൽ, ഹല്ലേലൂയ, ഇത് മനസ്സിലാക്കണം. യു ഹാവ് ദ കീ. ഇനി കീ കിട്ടിയിട്ട് എന്താ പറയണേ? ഹല്ലേലൂയ. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ നിന്ന് സൈൻ കിട്ടും. അപ്പോ എന്തൊക്കെ കെട്ടണമെന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇത് എന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ മനസ്സിലാക്കിപ്പിച്ച കാര്യമാണ്. നമ്മുടെ നമ്മുടെ കുടുംബപരമായ, പേഴ്സണൽ പരമായ, ജോലി സംബന്ധമായ നമ്മുടെ സകല ഇൻവോൾവ്മെന്റിലും സകല റെസ്പോൺസിബിലിറ്റിയിലും നീ നിന്റെ ചാവി ഉപയോഗിച്ചോണം. ദുഷ്ടപിശാച് അടുത്തു വരാതെ വണ്ണം അവനെ കെട്ടി മാറ്റി നിന്റെ റലത്തിൽ നിന്ന്, നിന്റെ മണ്ഡലത്തിൽ നിന്ന് നീ മാറ്റി നിർത്തിക്കോണം. Yes, don't allow Satan to come near you. നീ ഇൻവോൾവ് ചെയ്യുന്ന നിന്റെ ശുശ്രൂഷ മണ്ഡലമാണോ, നിന്റെ കുടുംബ മണ്ഡലമാണോ, ജോലി മണ്ഡലമാണോ, മറ്റുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണോ, വേറെ എന്തെങ്കിലും സാമൂഹ്യ മണ്ഡലമാണോ, എല്ലാ മണ്ഡലത്തിലും നീ എവിടൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ, ദുഷ്ടപിശാചിനെ ബന്ധിച്ച് പുറത്താക്കി നിർത്തിക്കോണം. ഫസ്റ്റ്. ഇനി സെക്കൻഡ് കേസ്, സപ്പോസ് ഈ ഒരു നോളജ് ഒന്നും നമുക്കില്ലെങ്കിൽ, ഓൾറെഡി സാത്താന് ഏതെങ്കിലും മണ്ഡലത്തിൽ കയറി അവകാശം പ്രാപിച്ചിരിപ്പുണ്ടെങ്കിൽ, നീ ആദ്യം ചെയ്യേണ്ട കാര്യം യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ടപിശാചിനെ അഴിച്ച് മാറ്റി പുറത്താക്കി അതിനെ ബന്ധിച്ചോണം.
അഴിച്ചു മാറ്റിക്കോണം. എന്നിട്ട് പുറത്താക്കിയിട്ട് അവന് ഈ സാത്താനെ ഇടപാടിനെ, സാത്താനെ ശക്തികളെ, സാത്താന്യമായ ഒരു കാര്യത്തെ നിന്റെ ഒരു മണ്ഡലത്തിൽ നീ അനുവദിക്കല്. ഹല്ലേലൂയ. ഇത് പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആര് യഥാർത്ഥമായിട്ട് ആ രാജ്യത്തിന്റെ ഹല്ലേലൂയ ആ കൺസെപ്റ്റ് യഥാർത്ഥമായി ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു വിളിച്ചത് 12 പേരെ വിട്ടപ്പോൾ, വേറെ 70 പേരെ വിട്ടപ്പോൾ, ഇപ്പോഴും വിടുമ്പോഴും രാജ്യത്തിന്റെ അംഗമാകാനാണ് ഓരോരുത്തരെയും വിളിക്കുന്നത്. നമ്മൾ രാജ്യത്തിന്റെ അംഗമാണ് എന്നുള്ള വലിയ നോളജ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിന്റെ രാജ്യം വരണമെന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഈ ആശയം മൊത്തം നമ്മൾ ഉൾക്കൊണ്ടിട്ടാ പറയണ്ടേ. നിന്റെ രാജ്യം എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴേ വരണമേ. അതിന്റെ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ മാത്രമാ യേശു പ്രത്യക്ഷമാകുമ്പോൾ, യേശു വരുമ്പോൾ ഞാൻ എടുക്കപ്പെടുന്നത്. അതിന്റെ ജസ്റ്റ് വേറൊരു ഫർദർ എക്സ്റ്റൻഷൻ മാത്രമാ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും എൻ്റെ പാർട്ടേക്ക്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അവന്റെ രാജ്യം വരണമെന്ന് അവൻ പഠിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ആശയം മുഴുവൻ ഓരോ വ്യക്തി ജീവിതങ്ങളും ഉൾക്കൊണ്ട് ഏറ്റെടുത്ത്, ഹല്ലേലൂയ, ഞാൻ ആരാണ്? യെസ് ആമേൻ, ഹല്ലേലൂയ. അവന്റെ ഓഫീസിൽ അവനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവുമുള്ള യെസ് ആമേൻ യേശുവിന്റെ യെസ് ഹല്ലേലൂയ യെസ് ആ നാമം ഉപയോഗിക്കാവുന്ന അവന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അതോറിറ്റി ഉള്ള അവന്റെ പേഴ്സണൽ ആയിട്ട് അല്ലെ അവന്റെ അത്ര അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നമ്മൾ ഓരോരുത്തരും എന്നുള്ള അറിവോടെ വിശ്വാസ ജീവിതം വളരെ ശക്തമായി, വളരെ പർപ്പസ്ഫുള്ളായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.